ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ടോപ്പിക് റോൾ പ്ലേയിങ് ഗെയിംസ് അഥവാ RPGs ആണ്. സെയിം ടോപ്പിക് ഇന്നലെ ഇംഗ്ലീഷിൽ ചെയ്തിരുന്നു. എല്ലാ റിലേറ്റഡ് വീഡിയോസിനെയും പ്ലേലിസ്റ്റുകളാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. റോൾ പ്ലേയിങ് ഗെയിം എന്ന് പറഞ്ഞാൽ ഇമാജിനറി ആയ ഒരു വേൾഡിലെ ക്യാരക്ടേഴ്സിന്റെ റോൾ പ്ലേയേഴ്സ് എടുക്കും. ഒറ്റയ്ക്കോ ഗ്രൂപ്പായിട്ടോ കളിക്കുന്ന ഈ ഗെയിമിൽ ക്യാരക്ടേഴ്സിന്റെ റോൾസ് ഒന്നുകിൽ ലിറ്ററലി ആക്ട് ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ സ്ട്രാറ്റജി ഓറിയന്റഡ് ഡിസിഷൻ മേക്കിങ്ങിലൂടെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകും. ഇനി ഇതിന്റെ ഹിസ്റ്ററി കുറച്ചൊന്ന് നോക്കാം. കമേഴ്ഷ്യലി അവൈലബിൾ ആയ ആദ്യത്തെ RPG 1974 TSR റിലീസ് ചെയ്ത ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് അഥവാ D&D ആണ്. ഈ ഗെയിം എങ്ങനെ കളിക്കണം എന്ന ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ പോസ് ചെയ്ത് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് വായിക്കാം. ഇനി ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് D&D ബോർഡ് ഗെയിമിന്റെ പിക്ചേഴ്സ് കാണാം. സെറോക്സ് എന്ന കമ്പനിയുടെ പേര് എങ്ങനെയാണോ ഫോട്ടോകോപ്പി എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്നതായത്, അതേപോലെ ടേബിൾ ടോപ്പ് RPGക്ക് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കായി മാറി ഇപ്പോൾ D&D. ആദ്യത്തെ D&D ടൈപ്പ് ഇലക്ട്രോണിക് വീഡിയോ ഗെയിം 1980 റിലീസ് ചെയ്ത അൾട്ടിമ ആണ്. അതിനുശേഷം ഗെയിമിംഗ് ഫീൽഡ് ഒരുപാട് വളർന്നു. ഇവിടെ നിങ്ങൾക്ക് ഫേമസ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയ ചില RPG ഫ്രാഞ്ചൈസസിന്റെ എക്സാമ്പിൾസ് കാണാം. ഇതിലെ പലതും ഇന്നും വളരെ ആക്റ്റീവും പോപ്പുലറുമാണ്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് എക്സാമ്പിൾസ് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. അടുത്തതായി MMORPG അഥവാ മാസീവ്ലി മൾട്ടിപ്ലെയർ ഓൺലൈൻ റോൾ പ്ലേയിങ് ഗെയിംസ്. അതെന്താണെന്ന് നോക്കാം. MMORPGസിന്റെ തുടക്കം മെയിൻ ഫ്രെയിമിന്റെയും മിനി കമ്പ്യൂട്ടേഴ്സിന്റെയും കാലത്താണ്. ഇന്റർനെറ്റ് പോപ്പുലർ ആയിരുന്നില്ലാത്തത് കൊണ്ടും സ്ലോ ആയിരുന്നത് കൊണ്ടും ആദ്യകാല ഗെയിംസ് ഗ്രാഫിക്സിനേക്കാൾ കൂടുതൽ ടെക്സ്റ്റിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത്. ആദ്യത്തെ ഗ്രാഫിക്കൽ MMORPG നെവർ വിന്റർ നൈറ്റ്സ് ആണ്. ഇപ്പോഴത്തെ ഏറ്റവും പോപ്പുലർ ആയ MMORPG വേൾഡ് ഓഫ് വാർക്രാഫ്റ്റ് ആണ്. ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയട്ടെ, ഇന്നത്തെ ഗെയിമിംഗ് വേൾഡിൽ സ്വന്തമായ ഫാൻ ബേസ് ഉള്ള MMORPG ഫ്രാഞ്ചൈസുകൾ പലതുണ്ട്. ഒരു പോപ്പുലർ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അടുത്തതായി ലിറ്റ് RPGs അഥവാ ഇന്ററാക്റ്റീവ് ഫിക്ഷൻ. നേരത്തെ ഡിസ്കസ് ചെയ്ത D&D ആൻഡ് വീഡിയോ ഗെയിംസ് പോലെ തന്നെയാണ് ഇവയും. ലിറ്റ് RPGs കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഗ്രാഫിക്സിനെക്കാൾ ടെക്സ്റ്റിലാണ്. ടെക്സ്റ്റിന്റെ കൂടെ പിക്ചേഴ്സും ഉണ്ടാകാം, പക്ഷെ പ്രധാനമായിട്ടും കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയുള്ള കഥ പറച്ചിലാണ് ലിറ്റ് RPGs. പ്ലേ സ്റ്റോറിൽ കാണുന്ന ചൂസ് യുവർ ഓൺ അഡ്വഞ്ചർ ഗെയിംസ് ഇതിന്റെ വേരിയേഷൻസ് ആണ്. ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് ഇതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാകാം. ആഫ്റ്റർ ഓൾ, ഒരു തരത്തിൽ പറഞ്ഞാൽ റീഡേഴ്സിന്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉള്ള ലിറ്ററേച്ചർ തന്നെയാണ് ഇവയും. ലിറ്ററേച്ചർ, RPG, മൂവീസ് ഇതിൻ്റെയൊക്കെ ഇടയിലെ അഡാപ്റ്റേഷൻസിന് നിരവധി എക്സാമ്പിൾസ് ഇന്ന് അവൈലബിൾ ആണ്. ഇന്ററാക്റ്റീവ് ഫിക്ഷൻ എന്താണ്, എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. കഥ മുന്നോട്ട് നീങ്ങുന്നത് ഹൈപ്പർ ലിങ്ക്സ് ഉപയോഗിച്ചുള്ള ഡിസിഷൻ മേക്കിങ്ങിലൂടെയാണ് എന്നുള്ളത് കൊണ്ട് ഇവയെ ഹൈപ്പർ ടെക്സ്റ്റ് ഫിക്ഷൻസ് എന്നും പറയാറുണ്ട്. ഇന്ററാക്റ്റീവ് ഫിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് പല ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസും ഇന്ന് അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ചോയ്സ് ബേസ്ഡ് സ്റ്റോറി ബുക്ക് ഹോർഹെ ലൂയിസ് ബോർഹെ എഴുതിയ അർജന്റീനിയൻ നോവൽ ആൻ എക്സാമിനേഷൻ ഓഫ് ദ വർക്ക് ഓഫ് ഹെർബർട്ട് ക്വെയിൻ ആണ്. അതിന് 9 ഡിഫറെൻ്റ് ആയ എൻഡിങ്സ് ഉണ്ട്. ഇനി താഴെ മറ്റ് എക്സാമ്പിൾസ് കൂടി കൊടുത്തിട്ടുണ്ട്. വീഡിയോ പോസ് ചെയ്ത് അത് വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. ഇന്ററാക്റ്റീവ് ഫിക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് പ്രിന്റ് മീഡിയയിലാണ്. എങ്കിലും കമ്പ്യൂട്ടർ ബേസ്ഡ് ഗെയിംസ് വന്നപ്പോഴാണ് അവ പോപ്പുലർ ആയത്. ഇവിടെ നിങ്ങൾക്ക് വീഡിയോ RPGസും ലിറ്റ് RPGസും തമ്മിലുള്ള വ്യത്യാസം കാണാം. ലിറ്റ് RPGs ടെക്സ്റ്റിൽ ഫോക്കസ് ചെയ്യുമ്പോൾ വീഡിയോ RPGs ഓഡിയോ വിഷ്വൽ എഫക്ട്സിൽ ഫോക്കസ് ചെയ്യുന്നു. വീഡിയോ ഗെയിംസ് ഒരുപാട് മെമ്മറി സ്പേസ് എടുക്കുമെന്ന് മാത്രമല്ല, പവർഫുൾ ഗ്രാഫിക് കാർഡ്സും പ്രോസസ്സേഴ്സും ആവശ്യമാണ്. ലിറ്റ് RPGസിന് ഇതൊന്നും തന്നെ ആവശ്യമില്ല. എക്സ്പെരിമെന്റ്സ് ആൻഡ് എക്സ്പ്ലോറേഷൻ ഇപ്പോഴും നടക്കുന്ന ഒരു ഏരിയ ആണിത്. 2016 ഇന്ററാക്റ്റീവ് ഫിക്ഷൻ ടെക്നോളജി ഫൗണ്ടേഷൻ എന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ രൂപം കൊണ്ടു. ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നവരെ എൻകറേജ് ചെയ്യാനും റിസർച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നു. ഇനി ഞാൻ മുമ്പ് മെൻഷൻ ചെയ്ത പോലെ ഇന്ററാക്റ്റീവ് ഫിക്ഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരുപാട് ടൂൾസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതില് ഇന്നും വളരെ പോപ്പുലർ ആയ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ട്വൈൻ. ടു കൺക്ലൂഡ്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പോസിബിലിറ്റീസും ഓപ്പർച്യൂണിറ്റീസും ഉയർന്നു വരുന്ന ഒരു മേഖലയാണ് ഇത്. ഇതിന്റെ തുടക്കത്തിൽ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഉണ്ടായിരുന്ന ഓൺട്രപ്രണേഴ്സിന് മാത്രം എത്താൻ പറ്റിയിരുന്ന ഒരു മേഖല. ഇന്ന് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസും മറ്റു ടൂൾസും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും ഇംപ്രൂവ് ആൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല. വിത്ത് ദാറ്റ്, ഈ ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നു.
ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ഫോർ മോർ ഓഫ് മൈ വീഡിയോസ്. താങ്ക്